ഗൈസ്, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെയാണ്. അപ്പോൾ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസിന് അതിനോടുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഗൗരി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി ചോദിച്ചോക്കാം, ഗാന്ധി ചിന്തയുടെ ആരാണ്? നമുക്ക് ഇവരോട് ചോദിക്കാം, ഗാന്ധിജിയുടെ ആത്മകഥ എന്താണ്? 1 ഒക്ടോബർ ഗാന്ധി ജയന്തിയാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വെക്കട്ടെ. അല്ല, ഗാന്ധിജിയുടെ ആയുധം. ഗാന്ധിജിന്റെ സമാധി സ്ഥലമായ രാജ്ഘട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്താണ്. ബോംബെയാണോ? ഇന്ത്യയുടെ തലസ്ഥാനം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനിച്ചത്. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് അറിയപ്പെടുന്നു. സംഘർഷഭരിതമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അഹിംസയുടെ മാർഗത്തിലൂടെ അദ്ദേഹം ലോകമെമ്പാടും എത്തി. ഗോപാലകൃഷ്ണ ഗോഖലെയെ തന്റെ രാഷ്ട്രീയ ഗുരുവും ഇന്ത്യയുടെ യഥാർത്ഥ സേവകരുമായി ഗാന്ധിജി കണക്കാക്കി. 1927 ഗുജറാത്തി ഭാഷയിൽ രചിക്കപ്പെട്ട ഗാന്ധിജിയുടെ ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ 1921 വരെയുള്ള ജീവിതകഥയെക്കുറിച്ചാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. 1948 ജനുവരി 31 മരണപ്പെട്ട ഗാന്ധിജിയെ ഡൽഹിയിലെ രാജ്ഘട്ടിലാണ് സംസ്കരിച്ചത്.